കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണെന്നറിയാം. ഒട്ടും വൈകിപ്പിക്കുന്നില്ല. ഒരമ്മയുടെ കഥയാണ് പങ്കുവയ്ക്കുന്നത്. കേട്ടു നോക്കിയാലോ? ഹലോ, ഹരേ കൃഷ്ണ. ഞാൻ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ടൊന്നല്ല പറഞ്ഞത്. എനിക്ക് കൃഷ്ണാനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഈ ഏപ്രിൽ 9-ാം തീയതി വന്ന ഒരു വർഷവും. കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ 8-ാം തീയതി 9-ാം തീയതി അമ്മ മരിച്ചത്. അമ്മ മരിക്കണതിൻ്റെ തലേദിവസം അമ്മയ്ക്ക് രാത്രി ആയപ്പോൾ ഇങ്ങനെ നല്ല ഛർദി പോലെ അമ്മയുടെ തൊണ്ടയിലൊരു കുഞ്ഞു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് വെള്ളം ഇറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും വെള്ളം ഇറക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വർഷം അമ്മ കിടന്നു എന്ന് വെച്ചാൽ അമ്മയുടേതായ ആവശ്യങ്ങളൊക്കെ അമ്മ ചെയ്യും. ബാത്റൂമിൽ തന്നെ പോകും. പിന്നെ മൂത്രമൊഴിക്കാൻ പാത്രം വെച്ച് കൊടുത്താൽ അതിൽ മൂത്രമൊഴിക്കും. ഞാൻ കൊണ്ട് കളയണം. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഒരു മകളുള്ളൂ, വേറെ മക്കളൊന്നുമില്ല. കുളിപ്പിച്ചു കൊടുക്കണം. പിന്നെ ബാക്കി ഒക്കെ ആൾ തന്നെ ചെയ്യും. ഇടത്തെ കൈ തീരെ പൊന്തിയായിരുന്നില്ല. വീട്ടിലെല്ലാ ജോലിയും കിടക്കണ വരെ ചെയ്തായിരുന്നു. എല്ലാ പണിയും ചെയ്യും. വീട്ടിലൊന്നും നമുക്ക് ഇങ്ങോട്ട് പോകാനൊരു ബുദ്ധിമുട്ടില്ല. അമ്മ എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് ചെയ്യും. നല്ല ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല. പ്രഷർ കൂടിയിട്ടാണ് മരിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2025 ഏപ്രിൽ 8-ാം തീയതി അമ്മയ്ക്ക് രാത്രി ആയപ്പോൾ നല്ല പ്രയാസമായിട്ട് അങ്ങനെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഓക്കാനം വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം മോൻ പറഞ്ഞു, എൻ്റെ അമ്മേനെ അവർ അമ്മാമ്മന്ന് വിളിക്കില്ല, കല്യാണിയമ്മന്ന് കൂട്ടിയിട്ട് വിളിക്കുക. കല്യാണി എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അപ്പോൾ കല്യാണിയമ്മ അതേതാ ഛർദ്ദിക്കുന്നു, ഒന്ന് വന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ അമ്മേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കുറേ നേരം ഞാൻ അമ്മ അങ്ങനെ കട്ടിലുമ്പോൾ അമ്മ എനിക്ക് കുത്തിരുന്നു ഛർദ്ദിച്ചതൊക്കെ ഞാൻ നിൽക്കും. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചാൽ ഈ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാരണം അമ്മയ്ക്ക് മൂക്കിൽ കൂടെ വരും. അപ്പോൾ ഒരു തുണി വെച്ച് കൊടുക്കും. ഞാൻ തുണി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആവും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് വെള്ളം വേണമെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതൊക്കെ കുടിച്ച്. അപ്പോൾ ഞാൻ കുറേ നേരം അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അമ്മയുടെ കൈ എടുത്തിട്ട് എൻ്റെ തോളിലിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്തൊരു ദേവിയുടെ ക്ഷേത്രമുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം അവിടുത്തെ ദേവീനെ. അപ്പം അരിയന്നൂരമ്മ എൻ്റെ മോളെ ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ മോൾക്ക് ആരുമില്ല. എൻ്റെ ആരുമില്ലാത്ത കാരണം എൻ്റെ മോളൊന്നും കഷ്ടപ്പെടുത്താണ്ട് വേഗം എന്നെ വിളിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ചീത്ത പറഞ്ഞു. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചീത്ത പറയണ പോലെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്ക് മരിക്കണ്ടായെന്ന് ചോദിച്ചു. അപ്പം മരിക്കണ സമയം ജനിച്ചാൽ എല്ലാവരും മരിക്കും. നിങ്ങൾ മാത്രമൊന്നുമല്ല, ഈ ലോകത്തിൽ എല്ലാവരും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ അമ്മ അങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ അമ്മയുടെ ഇവിടെ അമ്മ അടുത്ത് തന്നെ അങ്ങനെ കുത്തിയിരുന്നിട്ട് ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഞാനിങ്ങനെ ഗുരുവായൂരപ്പനെ വിളിച്ചു. ഗുരുവായൂരപ്പ, എൻ്റെ അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടിരുന്നു. കുറേ ശ്വാസം മുട്ട് വന്നിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് അത് കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. എൻ്റെ അമ്മേനെ അധികം കഷ്ടപ്പെടുത്തിട്ട് ഒരു വരപ്പാന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് ഞാൻ വന്ന് കിടക്കുമ്പോൾ ആള് ചോദിച്ചാൽ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ആളിനെ ചീത്ത പറഞ്ഞു, നീ ഓരോന്ന് ആലോചിച്ചിട്ട് ഓരോന്ന് വരുത്താൻ വേണ്ടിയിട്ട് സങ്കടപ്പെടണ്ടാട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കമന്നടിച്ച് കിടക്കയിൽ കിടന്നിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ കരഞ്ഞു. ഞാൻ എൻ്റെ അമ്മേനെ ഭഗവാനെ എൻ്റെ അമ്മേനെ ബുദ്ധിമുട്ടിക്കാണ്ട് എൻ്റെ അമ്മേനെ അങ്ങോട്ട് വിളിച്ചെൻ്റെ അമ്മേനെ കഷ്ടപ്പെടുത്തരുത്.
അങ്ങനെ ഞാൻ ബുധനാഴ്ച കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട്ടിലേക്ക് ഞാൻ പണിക്ക് പോയി. അവിടേക്ക് പണിക്ക് പോയപ്പോൾ മകൻ തൊണ്ടയിലേക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് മോൻ ജോലിക്ക് പോകാണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു, അമ്മ വേഗം വായോ. അപ്പം ഞാൻ ആ പണിക്ക് പോയ വീട്ടിൽ പോയിട്ട് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാൻ കുറേ കരഞ്ഞു. അമ്മയ്ക്ക് ഇന്നലെ തീരെ വയ്യാണ്ടായി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അപ്പം അന്ന് വത്സല വിഷമിക്കാണ്ടിരിക്ക്, ഭഗവാനെ നന്നായി വിളിച്ചോ, കഷ്ടപ്പെടുത്താണ്ടിരിക്കുക. അപ്പം എൻ്റെ അമ്മ എന്നെ അപ്പോഴും അങ്ങനെ അത്ര തീർത്ത് കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ല, അത് കാരണം ഞാൻ ഇങ്ങോട്ട് പോകണത് ഇഷ്ടമല്ല ആൾക്ക്. ഞാൻ പണിക്കൊക്കെ പോകുമ്പോൾ ഞാൻ പോട്ടെ ചോദിച്ചാൽ ചിലപ്പോൾ ആന്ന് പറയും, ചിലപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അന്ന് ഞാൻ കാലത്ത് ഞാൻ എനിക്ക് മുഖമൊക്കെ കഴിച്ചത്. അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ അമ്മയ്ക്ക് ഞാൻ സ്നഗ്ഗി വെച്ച് തുടങ്ങിയിട്ട്. ആ 2 ദിവസം അന്ന് കാലത്ത് ഞാൻ സ്നഗ്ഗി വെച്ചപ്പോൾ അതിൽ ഇത്തിരി അപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി മുഖമൊക്കെ കഴുകിച്ച് ഒരു അപ്പം ഉണ്ടാക്കിയത് ഞാൻ ഒരു പാത്രത്തിൽ തരി നാളികേരപ്പാൽ വെച്ച് അതൊക്കെ ഉടച്ച് ഞാൻ വായിൽ വെച്ച് കൊടുത്തു, തുണി ചായയും കൊടുത്തു. അപ്പം അത് കുടിച്ചപ്പോൾ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കിടന്നു. അപ്പം ഞാൻ പണിക്ക് പോകുമ്പോൾ അവരെ കാലും അങ്ങനെ ഞാൻ തട്ടിയിട്ട് പറയും, അമ്മ ഞാൻ പോവാട്ടെന്നാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നീ പൊക്കോ എന്ന് പറയും, ചിലപ്പോൾ കൈയോട് ഇങ്ങനെ കാട്ടി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാട്ടും. അന്നും അതേപോലെ ഞാൻ സാധാരണ പോണ പോലെ ഞാനൊക്കെ പോകാൻ വേണ്ടി വന്നപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയപ്പോൾ ഞാനിത് പണിക്ക് കിടന്ന് വീട്ടിൽ പോയി ഞാൻ ആ ചേച്ചിയോട് കുറേ കരഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അറിയാണ്ട് നിൽക്കുക, അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ ദൈവത്തിനോട് ഭഗവാനും അപ്പനോട് നല്ലോണം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ നാളികേരം ചിരകി കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മോൻ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വേഗം വായോ, കല്യാണം ഉണ്ടെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അവിടെ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ പോരാൻ നിൽക്കുമ്പോൾ ആ ചേച്ചി പറഞ്ഞു, ചില വിഷമിക്കാണ്ട് ഞാൻ വേഗം ഓട്ടോറിക്ഷ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഗുരുവായൂരിന് വേഗം ഒരു ഓട്ടോറിക്ഷ വിളിച്ചെന്നു. ഞാൻ ഇവിടേക്ക് വന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അപ്പം ഞാൻ ഭഗവാനെ പിറ്റേ ദിവസം വിളിച്ച് അന്ന് ഞാൻ ഉരുകിയില്ല. എൻ്റെ അമ്മ ആ കിടത്തങ്ങളുടെ എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് മൂക്കിൽ കൂടി ഇപ്പോൾ വെള്ളം വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സങ്കടപ്പെടും. എൻ്റെ അമ്മേനെ അധികം ബുദ്ധിമുട്ടിക്കുക ദൂരം. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ അമ്മ മരിച്ചു. എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, എളുപ്പത്തിന് മരിച്ചിട്ട് എല്ലാവരും ഞാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കണം, ബോഡി ഇവിടേക്ക് എടുത്താൽ വേണ്ടി. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് ആ ഗുരുവായൂർ അമ്പലത്തിലെ ഓരോ പ്രതിഷ്ഠകളിൽ വെച്ചിട്ടുള്ള ആ തൂണുകളൊക്കെ വാർത്തുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനുമാണ്. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും വാർപ്പ് പണിയായിരുന്നു. അമ്മയുടെ അച്ഛൻ പണിയെടുത്ത കോൺട്രാക്ടർ ഗുരുവായൂരുള്ളതായിരുന്നു. അവരാണ് ആ അമ്പലം പണിതത്. അമ്മേനെ അച്ഛൻ ഞാനൊരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ ഇട്ടിട്ട് പോയതാണ് അച്ഛൻ. അപ്പോൾ പിന്നെ അച്ഛൻ പോയിട്ട് ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ അമ്മയ്ക്ക് ശ്വാസം മുട്ടിയിട്ടൊക്കെ എന്നാണ് എൻ്റെ അമ്മ നോക്കി വലുതാക്കി കല്യാണം കഴിച്ചു കൊടുത്തു. അമ്മേനെ ഞാൻ നന്നായി നോക്കി, ഭക്ഷണമൊക്കെ ഞാൻ നന്നായി കൊടുക്കും, പിന്നെ ഒന്നരാടം കുളിപ്പിക്കും, ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ പിന്നെ ഞാൻ എവിടേക്ക് പോയാലും മരുമകളും നന്നായി നോക്കിയിറങ്ങുന്ന കുട്ടി തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഭഗവാനന്ന് ഞാൻ എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട്. അതേപോലെ മോളുടെ വീട്ടിൽ ഒരു ദിവസം പാമ്പിനെ കണ്ടു. ഉമ്മറത്തുനിന്ന് ഇറങ്ങണോടത്ത് തന്നെ പാമ്പിനെ കണ്ടിട്ട് മോള് വിളിച്ചു, അമ്മ ഇവിടെ ഉമ്മറത്തുനിന്ന് ഇറങ്ങണോടത്തുനിന്നൊരു പാമ്പ്, ഉമ്മയോടൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സൂര്യാട്ടനാണ് ഒക്കെ വന്നിട്ടില്ല.
ഞാൻ അടുക്കളയിൽ പോന്ന് നിന്നിട്ട് ഒരു 1 രൂപ തൊട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഗുരുവായൂരപ്പ തന്നെ അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചു. ഞാൻ അടുക്കളയിൽ നിന്നിട്ട്, ഗുരുവായൂരപ്പ എൻ്റെ മോള്, എൻ്റെ കുട്ടികൾ ചെറുതാണ്, ഒരാൾ 7ലും ഒരാൾ 4ലാണ് പഠിക്കുന്നത്. മറ്റുള്ള കുഞ്ഞു കുട്ടികളാണ്. മറ്റുള്ള കഷ്ടപ്പെടുത്തരുത് ഭഗവാനെ. ഞാൻ എൻ്റെ കുട്ടികളെ കഷ്ടപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തിട്ട് അത് പോകാനുള്ള എന്തെങ്കിലും അത് പറഞ്ഞിട്ട് 40ന് മോൻ പണി പറ്റി വന്നു. അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ചേച്ചിറും മറുത്തതിൻ്റെ സൈഡിൽ തന്നെ പാമ്പ് അതാ പൊത്തിൽ കയറിയിരിക്കുന്നു, പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം അവൻ പറഞ്ഞു, ചേച്ചിയോടും നിങ്ങളോടും പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചു, ഗുരുവായൂരപ്പ എൻ്റെ കുട്ടികളെ കഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ചോറുണ്ണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോണ്ട് മോള് വിളിക്കുന്നു, അമ്മ പാമ്പിനെ കിട്ടിയിട്ടാ. വലിയ പുല്ലാണിമൂർക്കനായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് അതിനെ പിടിച്ചു കൊന്നു. കൊന്നിട്ട് സുനിയേട്ടനും ആ ചേട്ടനും കൂടിയിട്ട് അവിടെ തീയിടുന്നുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് നന്നായി കുടിക്കാൻ ആളായിരുന്നു. ആൾക്ക് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കാശ് ഒഴിഞ്ഞ് വെച്ചിട്ടും ഭഗവാനെ ഞാൻ ഓരോ വഴിപാടുകളും നേർന്നിട്ട് തന്നെയാണ് ആൾ ഇപ്പോൾ കുടി മാറ്റി. പിന്നെ ഇപ്പോൾ ആൾക്ക് ഇനിയിപ്പോൾ കുടിക്കാൻ പറ്റില്ല, വലിയ അറ്റാക്കൊക്കെ വന്നു. ഇനിയിപ്പോൾ ഒരു വിഷമമുള്ളത്, എൻ്റെ മോനെ ഒരു ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഇത്തിരി പ്രയാസത്തിലാണ്. എന്നാലും അത് വെച്ചിട്ട് തന്നെ കുട്ടി പണിക്ക് പോകണം. ഒരു ദൂശീലങ്ങളും ഇല്ലാത്ത എൻ്റെ മോൻ കുടിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ ഒരു മോനാണ്. അതിനെ വയ്യാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഇപ്പോൾ. അതും കൂടി എനിക്ക് ഭഗവാൻ സാധിപ്പിച്ച് തരണം. അതേപോലെ മരിയോള്, ആ കുട്ടി PG ഒക്കെ കഴിഞ്ഞതാണ്. അതിനൊരു ജോലിയും കൂടി ആയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഹരേ കൃഷ്ണ. അമ്മയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ചാനലിൽ പങ്കുവയ്ക്കാവുന്നതാണ്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.